കേപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി ബ്രസീലിൽ നടത്തിയൊരു പഠനം കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തുവിട്ടിട്ടുണ്ട്. പൂമ്പാറ്റകളുടെ നിറം നഷ്ടപ്പെടുന്നു, അവിടെ വൈബ്രൻറ്റ് കളേഴ്സൊക്കെ പോകുന്ന പറയാം. കാരണം അവിടെ വനങ്ങളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. കോൺക്രീറ്റ് വനങ്ങളാണ്, ഒരേപോലത്തെ നിറമുള്ള ബിൽഡിംഗ്. ഇനി പ്ലാന്റേഷൻസ് വെക്കുകയാണെങ്കിൽ തന്നെ അതിന് ഒരേ നിറം, ഒരേ ടൈപ്പ് മരം, വൈബ്രൻറ്റ് ഡിഫറെൻറ്റ് മരങ്ങളില്ലാത്തതുകൊണ്ട് പൂമ്പാറ്റകൾക്കും വൈബ്രൻറ്റ് കളേഴ്സ് ഇല്ലാതെയാവുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുണ്ട് പൂമ്പാറ്റകൾ ഇപ്പോൾ കുറവാണെന്ന്. ശരിക്കും പൂമ്പാറ്റകൾ കുറഞ്ഞിട്ടല്ല, അത് പൂമ്പാറ്റകളെ നമ്മൾ മേക്ക് ഔട്ട് ചെയ്യുന്നില്ല. കാരണം അവരുടെ വൈബ്രൻറ്റ് കളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല പൂമ്പാറ്റകൾ എവിടെ ഇരിക്കുന്നതെന്ന്. പലപ്പോഴും ഇത്തരം കോൺക്രീറ്റ് വനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പൂമ്പാറ്റകൾക്ക്, പ്ലാന്റേഷൻസിലെ പൂമ്പാറ്റകൾക്ക് ബ്രൗൺ കളേർഡ് വിങ്സ് എന്ന് അവർ പറയാം. അപ്പം നിറം നഷ്ടപ്പെടുകയാണ്, ഡിസ്കളറേഷൻ എന്ന് പറയാം. ഡിസ്കളറേഷൻ ഇത് ഗോസ്പലിൽ ഈശോ പറയുന്നു, അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്ന കാണുമ്പോൾ വേനൽക്കാലം അടുത്തു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാത്തത്? കാലവും കാലാവസ്ഥയും തിരിച്ചറിയാൻ ഈശോ പറയുന്നത്. നമ്മുടെ ഈ പുതിയ ജനറേഷനും ഡിസ്കളറേഷൻ സംഭവിക്കുന്നില്ലേ, നിറം നഷ്ടപ്പെടുന്നില്ലേ? AI-യുടെയും ടെക്നോളജിയുടെയും ലോകത്ത് മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ വൈബ്രൻസ് നഷ്ടപ്പെടുത്തുന്നില്ലേ, നിറങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ലേ? കുറച്ചും കൂടി ഗൗരവത്തോടെ നമ്മളത് വായിക്കണ്ടേ?